എൻ പ്രശാന്ത് IAS-നെതിരെ അന്വേഷണത്തിന് സർക്കാർ. അന്വേഷണ ഉദ്യോഗസ്ഥൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി രാജൻ ഖൊബ്രഗഡയെ ചുമതലപ്പെടുത്തി. സസ്പെൻഡ് ചെയ്ത 9 മാസങ്ങൾക്ക് ശേഷമാണ് നടപടി. 3 മാസമാണ് അന്വേഷണത്തിന്റെ സമയപരിധി. KR സാജു വിശദാംശങ്ങൾ നൽകും. സാജു, ഒടുക്കം എൻ പ്രശാന്തിനെതിരെ ഇങ്ങനെയുള്ളൊരു അന്വേഷണത്തിലേക്ക് സംസ്ഥാന സർക്കാർ എത്തിയതിന്റെ സാഹചര്യം. സാജു, കേൾക്കാമെങ്കിൽ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി നേരിട്ട് എൻ പ്രശാന്തിനെതിരെയുള്ള പരാതികൾ അന്വേഷിക്കുകയാണ്. അന്വേഷണത്തിന്റെ പരിധിയിൽ എന്തെല്ലാം വരും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏറ്റവും ഒടുവിൽ ഇങ്ങനെ ഒരു അന്വേഷണത്തിലേക്ക് സർക്കാർ എത്തിയത് എങ്ങനെയാണ്? സൈഫുദ്ദീൻ, എൻ പ്രശാന്തിനെതിരായ അന്വേഷണം ഈ ഘട്ടത്തിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഏതാണ്ട് 9 മാസങ്ങൾക്ക് ശേഷമാണ്. അദ്ദേഹത്തിന്റെ സസ്പെൻഡ് ചെയ്തതിന് ശേഷം ഈ സസ്പെൻഷൻ നടപടികൾ 3 തവണ പുതുക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് സസ്പെൻഷൻ നീട്ടുന്ന റിവ്യൂ കമ്മിറ്റി പരിശോധിച്ചുകൊണ്ട് സസ്പെൻഷൻ നീട്ടുന്നത് 3 തവണ ഇതിൻ്റെ നടക്കുകയും ചെയ്തു. അതിനുശേഷമാണ് എൻ പ്രശാന്ത് IAS-നെതിരെ ഇപ്പോൾ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. എൻ പ്രശാന്ത് IAS ഇതുമായി ബന്ധപ്പെട്ട് ഒരു മറുപടി നൽകിയിരുന്നു. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മേൽക്ക് ആരോപിക്കപ്പെട്ട കുറ്റത്തിനുള്ള ചാർജ് മെമ്മോയ്ക്കുള്ള മറുപടി നൽകിയിരുന്നു. ആ മറുപടി തള്ളിക്കൊണ്ടുള്ള തീരുമാനമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അഡീഷണൽ ചീഫ് സെക്രട്ടറിയായ ആരോഗ്യവകുപ്പിന്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയായ രാജൻ ഖൊബ്രഗഡെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായി നിയമിച്ചിരിക്കുന്നത്. പ്രിൻസിപ്പൽ സെക്രട്ടറി ടിങ്കു ബിസാൾ ആയിരിക്കും പ്രസന്റിംഗ് ഓഫീസർ എന്നും ഇന്നലെ മിനിഞ്ഞാന്ന് 22-ാം തീയതിയാണ് സർക്കാർ ഇത് സംബന്ധിച്ച ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത്. ആ ഉത്തരവിൽ വിശദീകരിക്കുന്നുണ്ട്. കുറ്റപത്രം മെമ്മോയ്ക്ക് നൽകിയിരിക്കുന്ന എൻ പ്രശാന്ത് നൽകിയിരിക്കുന്ന വിശദീകരണം തള്ളുകയാണ് എന്ന് ഉത്തരവിൽ പറയുന്നുണ്ട്. മെമ്മോയിൽ നൽകിയ കുറ്റങ്ങളെല്ലാം തന്നെ എൻ പ്രശാന്ത് നിഷേധിച്ചിരുന്നു. ഇതിന് പറയുന്ന ന്യായങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാടാണ് സംസ്ഥാന സർക്കാർ ഈ ഘട്ടത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ പുതിയ ഒരു അന്വേഷണത്തിന്, വിശദമായ അന്വേഷണത്തിന് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. ഇതിൽ ചില പ്രശ്നങ്ങൾ ഉണ്ട്. നേരത്തെ ശാരദാ മുരളീധരൻ ചീഫ് സെക്രട്ടറി ആയിരുന്ന കാലത്ത് ഈ സസ്പെൻഷൻ റദ്ദ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ തിരികെ സർവീസിലേക്ക് എടുക്കാൻ തീരുമാനിച്ചിരുന്നു. അന്ന് അത് സംബന്ധിച്ച നോട്ട് പുറത്തു വന്നതാണ്. ആ നോട്ടിൽ എൻ പ്രശാന്തിനെതിരെ നിലവിൽ അന്വേഷണങ്ങൾ ഒന്നുമുണ്ടില്ല എന്ന കാര്യം വിശദീകരിച്ചിരുന്നു. അതിനുശേഷമാണ് എ ജയതിലക്, അതായത് പ്രശാന്ത് ആരോപണം ഉന്നയിച്ച എ ജയതിലക് ചീഫ് സെക്രട്ടറിയായി എത്തുന്നത്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അദ്ദേഹം വന്നതിന് ശേഷം ചേർന്ന റിവ്യൂ കമ്മിറ്റി ഈ സസ്പെൻഷൻ നടപടികൾ പുതുക്കാൻ, അത് നീട്ടാനുള്ള തീരുമാനമായിരുന്നു എടുത്തിരുന്നത്. അന്ന് തന്നെ അത് വിവാദമായി. അതിനുശേഷമാണ് ഇപ്പോൾ പ്രശാന്ത് നേരത്തെ നൽകിയ വിശദീകരണം തള്ളിക്കൊണ്ട് അന്വേഷണം നടത്താനുള്ള തീരുമാനം എടുത്തിരിക്കുന്നത്. സസ്പെൻഡ് ചെയ്ത് 6 മാസത്തിനകം അന്വേഷണം വേണമെന്നാണ് അഖിലേന്ത്യാ സർവീസ് ചട്ടങ്ങളിൽ പറയുന്നത്. അതിൻ്റെ പകർപ്പ് കൂടി ഇപ്പോൾ നമ്മുടെ സ്ക്രീനിൽ കാണാൻ കഴിയും. എന്നാൽ ഇപ്പോൾ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത് സസ്പെൻഡ് ചെയ്ത് 9 മാസത്തിന് ശേഷമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതോടൊപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, കഴിഞ്ഞ 3 തവണയും സസ്പെൻഷൻ നീട്ടുകയായിരുന്നു. വേണമെങ്കിൽ സംസ്ഥാന സർക്കാരിന് ആ കാലയളവിൽ അന്വേഷണം പ്രഖ്യാപിക്കാമായിരുന്നു. എന്നാൽ അത്തരം ഒരു നടപടി ഉണ്ടായില്ല. പ്രത്യേകിച്ച് സമൂഹ മാധ്യമങ്ങളിലൂടെ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി എ ജയതിലകിനെയും അതുപോലെ തന്നെ ഗോപാലകൃഷ്ണൻ IAS-നെയും ഒക്കെ അവമതിച്ചു, അദ്ദേഹത്തോട് അധിക്ഷേപം ചൊരിഞ്ഞു എന്ന കുറ്റം ചുമത്തിക്കൊണ്ടാണ് എൻ പ്രശാന്തിനെ 9 മാസങ്ങൾക്ക് മുമ്പ് സംസ്ഥാന സർക്കാർ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തത്. ആ സസ്പെൻഷൻ നടപടി ഇപ്പോഴും തുടരുകയാണ്. അതിനിടയിലാണ് സസ്പെൻഷനെ കുറിച്ച് ഒരു അന്വേഷണം നടത്താനുള്ള തീരുമാനം ഇപ്പോൾ സംസ്ഥാന സർക്കാർ എടുത്തിരിക്കുന്നത്. അഡീഷണൽ ചീഫ് സെക്രട്ടറി രാജൻ ഖൊബ്രഗഡെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായി നിയമിച്ചിരിക്കുന്നത്. നേരത്തെ 3-അംഗ റിവ്യൂ കമ്മിറ്റിയിലേക്ക് ഈ രാജൻ ഖൊബ്രഗഡെ എത്തേണ്ടതായിരുന്നു, ഏറ്റവും അവസാനത്തെ റിവ്യൂ കമ്മിറ്റിയിലേക്ക്. പക്ഷേ അന്ന് അദ്ദേഹത്തെ ഉൾപ്പെടുത്താതെ മറ്റ് 2 പേരെ മാത്രം വെച്ചുകൊണ്ട് റിവ്യൂ കമ്മിറ്റി ചേരുകയും സസ്പെൻഷൻ നടപടികൾ നീട്ടുകയുമാണ് ചെയ്തതെന്ന ആരോപണങ്ങളും ഉയർന്നു വന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ അന്വേഷണം പ്രഖ്യാപിക്കുകയും ആ അന്വേഷണത്തിന്റെ തലവനായി അഡീഷണൽ ചീഫ് സെക്രട്ടറിയായ രാജൻ ഖൊബ്രഗഡയെ നിയമിക്കുന്നത്. പ്രസന്റിംഗ് ഓഫീസറായി പ്രിൻസിപ്പൽ സെക്രട്ടറി ടിങ്കു ബിസാൾ IAS-ഉം വരും. എന്തായാലും പ്രശാന്ത് IAS ശത്രുസ്ഥാനത്ത് നിർത്തുന്ന ജയതിലക് IAS ചീഫ് സെക്രട്ടറി ആയതിനു ശേഷം ഇങ്ങനെ ഒരു അന്വേഷണത്തിന് ഉത്തരവിടുന്നു എന്ന ഒരു വശം കൂടി ഇതിനുണ്ട്. എന്തായാലും 9 മാസങ്ങൾക്ക് ശേഷം പലതവണ സസ്പെൻഷൻ നടപടി വന്നിരുന്നു. ആ കാലയളവിലൊക്കെ അന്വേഷണത്തിലേക്ക് പോകാമായിരുന്നു സർക്കാരിന്. പക്ഷെ അപ്പോഴൊന്നുമില്ലാതെ 9 മാസത്തിന് ശേഷം ഇപ്പോൾ
അഡീഷണൽ ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിക്കൊണ്ടുള്ള അന്വേഷണത്തിലേക്ക് സംസ്ഥാന സർക്കാർ പോകുന്നത് ശ്രദ്ധേയമാണ്. വിശദാംശങ്ങൾ നൽകിയത് KR സാജു.